ഹലോ ഗൈസ്, നമ്മുടെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു ചേസ് എടുക്കാൻ പോവുകയാണ് ഗൈസ്. എല്ലാ വണ്ടിപ്രാന്തന്മാരുടെയും ഒരു ആഗ്രഹമാണ് ഒരു ബസ് ചേസ് എടുക്കുകയാണ്. നമ്മുടെ അശോക് ലേലാൻ്റെ ഒരു ചേസാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഗൈസ്, എന്നാൽ നമുക്ക് നേരെ ചേസ് എടുക്കാൻ പോകാം ഗൈസ്. കുറച്ച് ദൂരമാണുള്ളൂ, ഇവിടെ അടുത്താണ് ചേസ് ഉള്ളത്. ഗൈസ് നമുക്കെന്നാൽ നേരെ വിട്ടേക്കാം. ഗൈസ്, നമ്മുടെ കൂടെ റാക്സറും കൂടി ഉണ്ട് ഗൈസ്. റാക്സറിനെ നിങ്ങൾക്ക് അറിയാമല്ലോ, നമ്മുടെ മച്ചുവാണ്. അപ്പോൾ റാക്സർ, എന്നാൽ നമ്മുടെ പരിപാടി ഇന്നത്തെ അതിനെ നിങ്ങൾ എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നമ്മൾ ഇന്ന് എവിടത്തേക്കാ പോകണം? എടാ, നമ്മൾ ഇന്ന് പുതിയ ചേസ് എടുക്കാൻ പോവുകയാണ്. അത് കൊള്ളാലോ. ചേസ് എടുക്കാൻ പോയി. അങ്ങനെ നിങ്ങളും ബസ് എടുത്തല്ലേ? കുറേ നാളായിട്ട് വിചാരിക്കുന്നത് ബസ് സിലിണ്ടറിൽ ഒരു ചേസ് എടുക്കാൻ പോകണമെന്ന്. നമ്മൾ ഇവിടെ അടുത്ത് തന്നെയാണ് എടുക്കാൻ പോകുന്നത്. സുഭാഷ് അണ്ണൻ്റെ അടയിലല്ലേ? അവിടെ ഇന്നലെ നാടകം പോയിട്ടുള്ളൂ. ആതിര, നീ ഇന്നലെ പോയാ? അതെന്റെ ബൈക്കൊന്ന് റെഡിയാക്കാനാണ്. ആ കിക്കറും എന്തോ ഒരു കുഴപ്പം. എന്നിട്ട് നന്നായോ? അത് ഒരു മിനിറ്റ് കൊണ്ട് നന്നാക്കി തന്നില്ലേ. നല്ല സർവീസാണ് കേട്ടോ. അതുകൊണ്ടല്ലടാ ഞാൻ അവിടെ നിന്ന് ബസ് എടുക്കുന്നത്. നിനക്കറിയാലോ, നമ്മൾ അവിടെയാ പോവും. അതുകൊണ്ടല്ലേ നീ ഫസ്റ്റിൽ തന്നെ പറഞ്ഞ സുഭാഷ് അണ്ണൻ്റെ അടയിലാണോ? അതെനിക്ക് കുഴപ്പമില്ല. അണ്ണന് ഇന്നോവ എടുത്തത് തന്നെ അവിടുന്നല്ലേ. പിന്നെ ചേസ് എടുത്താൽ അവിടെയല്ലേ പോകും. എടാ പിന്നെ ഇല്ലേ, നീ ഇന്നോവ എടുത്ത് തിരിച്ചു കൊണ്ടുവരണം കേട്ടോ. ഞാൻ ചേസ് എടുത്തിട്ടേ വരുവാ. അപ്പൊ എനിക്ക് ചേസ് കാണണ്ടേ? നീ വീട്ടിൽ നിന്ന് കണ്ടോ? തലകളി ഈ ഇന്നോവ വീട്ടിലെത്തിക്കണ്ടേ? അങ്ങനെയാണ്. അങ്ങനെ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളെ സ്ഥലത്തെത്താറായിട്ടുണ്ടടാ. അതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഗൈസ്, നിങ്ങളേതായാലും ബസ്സിന് ഏത് പേരിടുന്നു നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഗൈസ്. എനിക്ക് ഏതായാലും ഇപ്പോൾ പേരൊന്നും കിട്ടിയിട്ടില്ല. നിങ്ങൾ പറ ഏത് പേരിടണമെന്ന്. എടാ, നിനക്കെന്നാ തോന്നുന്നു പേരിടാനും? കാണുന്നവർ പറയട്ടെ എന്ത് പേരിടണം. എനിക്കിപ്പോ പ്രത്യേകിച്ച് പേരൊന്നും കിട്ടിയിട്ടില്ല. എടാ, നമ്മളേതായാലും അങ്ങനെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. നീ ഏതായാലും ഈ വണ്ടി എടുത്ത് നേരെ വീട്ടിൽ വിട്ടോ. ചേസ് ഇവിടെ കാണാനില്ല. ഞാൻ താഴെ പോയി ചോദിച്ചോ കിട്ടും. നീ ഏതായാലും വണ്ടി എടുത്ത് നേരെ വിട്ടോട്ടോ. അതെയാണ്, ഞാൻ നേരെ വീട്ടിൽ പോയിട്ട് അടുന്ന് നേരെ എൻ്റെ വീട്ടിൽ പോകട്ടെ. ചേസ് ഞാൻ നാളെ വന്ന് കണ്ടോളാം. ആടാ, അങ്ങനെയാണെങ്കിൽ അങ്ങനെ. നീ എന്താ ചേച്ചി? അപ്പോൾ ഞാനിവിടെ വളച്ച് വെച്ചേക്കാം. നീ നേരെ എടുത്ത് വിട്ടോ. ഓക്കെ അമ്മ, സെറ്റാക്കി പോയിക്കോളാം. നിങ്ങളെ അവിടെ താഴെ പോയി ചോദിച്ചു നോക്കാം. അപ്പോഴൊക്കെ ചേസ് വരുമായിരിക്കും. ചേസ് ഞാൻ ഇന്നലെ കണ്ടിട്ടാ. എവിടെയും പോയിട്ടുണ്ടാവും പണി എങ്ങാണ്ട് ചെയ്യാൻ. ഓക്കേടാ, നീ ഏതായാലും വിട്ടെങ്ങനെ എന്നാലേ പോകട്ടെ. ഓക്കെ ആണോ? അപ്പം നാളെ കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഏതായാലും ഇവിടെ എത്തിയിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് ഇവിടുന്ന് നേരെ താഴേക്ക് പോകണം ഗൈസ്. താഴെ പോകേണ്ട വഴി ഇതിലൂടെയാണ് ഗൈസ്. കുറേ നാളായി നമ്മൾ ഇവിടെ വന്നിട്ട്. അതുകൊണ്ടാണ് ഗൈസ് നമുക്കൊരു ഇതില്ലാത്ത വഴി കറക്റ്റ് ഇല്ലാത്ത ഗൈസ്. ഇതിലൂടെ എല്ലാം തോന്നും ഗൈസ്. ഇവിടെ എൻഡിങ് ആണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇതിലൂടെ പോയേക്കാം. വലത് കാണുന്ന വഴി ഇതിലൂടെ പോകാം ഗൈസ്. ചേസ് കാണാൻ പൂതിയാണ് ഗൈസ്. അതിന് മുമ്പേ സുഭാഷ് അണ്ണൻ്റെ അടുത്ത് പോയിട്ട് കാര്യമൊക്കെ പറയണം ഗൈസ്. ഇതിലൂടെയല്ല ഗൈസ്, അതിലൂടെയല്ല, ഇപ്പോഴത്തെ കാണുന്ന വഴിയിലൂടെയാണ് ഗൈസ്. ഇതിലൂടെ ഏതായാലും പോകാൻ പറ്റുന്നില്ല ഗൈസ്. നമുക്ക് ഏതായാലും ഇതിലൂടെ അങ്ങ് പോകാം. അപ്പോൾ ഇവിടെയാണുള്ളത് ഗൈസ്. നമുക്ക് ഏതായാലും സംസാരിച്ചു നോക്കാം. ഞാൻ കുറച്ച് തിരക്കിലായി പോയാണോ. അപ്പോൾ ഇന്നലെ പറഞ്ഞ ചേസിന്റെ കാര്യം അത് മുകളിൽ ഇപ്പം വന്നിട്ടുണ്ടാ. നീ പോയോ കേതാലും? ഞാൻ മുകളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ചാവി തീമത്തനുണ്ടോളാ. അപ്പോൾ എന്നാൽ ശരിയാണ്. ഞാൻ ഏതായാലും ചേസ് നോക്കട്ടെ. അപ്പോൾ ഗൈസ്, നമ്മൾ അവിടെ നിന്ന് നേരെ പോയിട്ടുണ്ട് ഗൈസ്. ഇനി ഏതായാലും നമുക്ക് ഈ മുകളിലേക്ക് പോകണം ഗൈസ്. മുകളിൽ അവിടെ ചേസ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. നേരെ എടുത്ത് പോയിക്കോളാണ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഗൈസ്, ഇതിലൂടെയാണ് മുകളിൽ കയറുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും മുകളിൽ പോകണം ഗൈസ്. നമുക്ക് ഏതായാലും പോയേക്കാം. ചേസ് അവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത് ഗൈസ്. അപ്പോൾ ഗൈസ്, അവിടെ കിടപ്പുണ്ട് ഗൈസ് നമ്മുടെ ചേസ്. എൻ്റെ അമ്മോനെ നൈസ് ചേസ് ഗൈസ്. റിബണൊക്കെ കെട്ടി അടിച്ച് വെച്ചിട്ടുണ്ട് അവിടെ ഗൈസ്. ഓ, നൈസാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക ഗൈസ്. ഈ ചേസിനൊരു പേര് ഇടണം ഗൈസ്. ബസ്സിന് ചേസിനല്ല. നിങ്ങൾ പറ ഗൈസ്. ഞാനിപ്പോൾ ഇടാൻ ഉദ്ദേശിക്കുന്നത് ക്യാൻഡി എന്നാണ്. ക്യാൻഡി നമ്മളെ ബസ് ട്രാവൽസിൻ്റെ പേരാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറ ഗൈസ്. നിങ്ങൾ ഏതാ ഇടേണ്ടതെന്ന് പറ ഗൈസ്. നമ്മൾ ഏതായാലും ചേസിൻ്റെ ലുക്ക് ഇതാണ് ഗൈസ്. അത്യാവശ്യം നല്ല ലുക്കുണ്ട് ഗൈസ് ചേസ്. ഓവറോൾ നോക്കുകയാണെങ്കിൽ അടിപൊളി ചേസ് തന്നെയാണ് ഗൈസ്. ഈ ചേസ് ഓടിക്കാൻ വേറെ തന്നെ വൈബാണ് ഗൈസ്. ഇതാണ് നമ്മുടെ ചേസിന് ഇൻറ്റീരിയർ വരുന്നത്. ഇൻറ്റീരിയറൊക്കെ ഫുൾ മാറ്റും ഗൈസ്. അടിപൊളിയാക്കും.
പേര് മാത്രമേ നിങ്ങളൊന്ന് പറഞ്ഞാ ഗൈസ്. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടുന്ന് പോയേക്കാം ഗൈസ്. അത്യാവശ്യം നല്ല ലുക്കിൽ കിടമുണ്ട് ഗൈസ്. ഗൈസ് ഈ ചേസ് അടിക്കാൻ നല്ല രസമുണ്ട് ഗൈസ്. നിങ്ങൾക്ക് ഈ ചേസ് ഇഷ്ടപ്പെടുന്ന എന്തായാലും കമൻറ്റ് ബിലോ. അപ്പോൾ ഗൈസ് നമ്മൾ ഏതായാലും ഇവിടുന്ന് പോകുകയാണ്. നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് ഗൈസ്. നമ്മൾ ഈ ചേസിനൊരു പേര് ഞാൻ കുറേ പ്രാവശ്യമായി പറയുന്നത് ഗൈസ്. എന്തായാലും ഈ ചേസിനൊരു പേര് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യണം ഗൈസ്. നമുക്ക് ഏത് ഇടേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. കുറേ പേരുണ്ട് ഗൈസ്. നമുക്ക് നോക്കിയിട്ട് ഏതെങ്കിലും ഇടാം ഗൈസ്. ഒന്നെങ്കിൽ എൻ്റെ പേര് തന്നെ ഇടാം, എൻ്റെ പേര് തന്നെ ഇടാം ഗൈസ്, ലിൻസോ. അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇടാം ഗൈസ്. ലിൻസോ എനിക്കത്ര ഇതില്ലിടാൻ. നമുക്ക് ഏതായാലും വേറെ ഏതെങ്കിലും പേരിടാനാണ് ഇഷ്ടം. അപ്പോൾ നമുക്ക് ഏതായാലും ഇവിടുന്ന് നേരെ പോയേക്കാം. നമ്മുടെ ചേസ് നൈസാക്കി ഇവിടെ കിടന്നു ഗൈസ്. ഞാൻ സ്കൂട്ടീന് ഇപ്പം ഇടിക്കുകയാണ്. അപ്പോൾ ഇത് ചേസ് അടിക്കാൻ നല്ല രസമുണ്ട് ഗൈസ്. ചേസിന് ഇനി ബോഡി വർക്കൊക്കെ ചെയ്യാൻ പോകുന്നൊരു വീഡിയോ വരുന്നുണ്ട് ഗൈസ്. ബോഡി വർക്കൊക്കെ ചെയ്യാൻ പോകുന്ന ഒരു അടിപൊളി വീഡിയോ ആണ് ഗൈസ്. നമ്മളേതായാലും അത് എടുത്തു വെച്ചിനി നമുക്ക് ഏതായാലും അത് അപ്ലോഡ് ചെയ്യണം ഗൈസ്. ഈ ചേസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇടുന്നതാണ്. ബോഡി വർക്കിൻ്റെ ഒരു അടിപൊളി വീഡിയോ ഉണ്ട്. അതിന് എത്രയും പെട്ടെന്ന് തന്നെ ഇടും ഗൈസ്. നിങ്ങൾ പേടിക്കാൻ വേണ്ട. അപ്പോൾ ഗൈസ് ഇനി ഏതായാലും ബോഡി വർക്ക് ചെയ്തിട്ട് ഇനി കളർ വേണ്ട എന്നാണ് എൻ്റെ വിചാരം. വൈറ്റ് അല്ലെങ്കിൽ ഗ്രാഫിക്സ് വേണ്ടിക്ക് പറ ഗൈസ്. നമുക്ക് ഏതായാലും സെറ്റാക്കാം ഗൈസ്. ഇപ്പം ഞാനേതായാലും പ്ലെയിൻ ഡിസൈനാണ് ആക്കി വെച്ചിട്ടുള്ളത് ഗൈസ്. പ്ലെയിൻ ഡിസൈനാണ് എനിക്കൊന്ന് തോന്നുന്നത്. നമുക്ക് അടിക്കാം ഗൈസ്. അടിച്ചങ്ങ് പൊളിച്ചേക്കാം ഗൈസ്. നമ്മളേതായാലും വീട്ടിലെത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഇൻറ്റീരിയർ തന്നെയാണ് കയറ്റുന്നത് ഗൈസ്. നമുക്ക് മിറർ വൺ സൈഡാണുള്ളത് ഗൈസ്. റൈറ്റ് സൈഡിൽ മാത്രമാണ് ഗൈസ് മിററുള്ളൂ. നമുക്ക് ഏതായാലും പതുക്കെ ഇടിക്കാണ്ട് മെല്ലന് ബാക്കോട്ട് എടുത്തേക്കാം ഗൈസ്. ലെഫ്റ്റ് സൈഡ് മിററില്ല ഗൈസ്, അത് ഉണ്ടാവില്ല. അത് കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവും. ബസ്സൊക്കെ എടുത്ത് നൈസാക്കണം. ഇനി ഗൈസ് നമ്മളേതായാലും ഈ വീടിൻ്റെ അകത്തേക്ക് കയറ്റിയിട്ടുണ്ട് ഗൈസ്. നമുക്ക് ഇവിടെ പാർക്ക് ചെയ്യാം ഗൈസ്. അപ്പോൾ പാർക്ക് ചെയ്തിട്ട് കാണാം ഗൈസ്. കുറച്ച് നേരം എടുക്കും. അപ്പം നമ്മൾ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട് ഗൈസ്. നല്ല ലുക്കിൽ കിടപ്പുണ്ട് വണ്ടി. നമുക്ക് ഏതായാലും ഇനി ബോഡി വർക്കൊക്കെ ചെയ്യണം ഗൈസ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ വരുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ കിട്ടണമെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. 5K ആണ് ഗൈസ്. നമുക്ക് 5K അടിക്കാൻ കുറച്ച് സബും കൂടിയാണ് വേണ്ടത്. നിങ്ങളേതായാലും കമൻറ്റ് എല്ലാം ചെയ്യുക ഗൈസ്. നമ്മുടെ വീഡിയോ ഇവിടത്തേക്ക് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എന്തായാലും കമൻറ്റ്, ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ഒക്കെ ചെയ്യുക ഗൈസ്. നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ ബസ് ചേസ് എടുക്കാൻ പോകുന്ന അത്ര തന്നെ. നമ്മുടെ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ ഗൈസ്. നമ്മുടെ ബസ് ചേസ് ഇതാ ഇവിടെ മൊഞ്ചായിട്ട് കിടപ്പുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.